ഹായ് എവരി വൺ, ഞാൻ ഡോക്ടർ ഷീലാമണി. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പെൺകുട്ടികളിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു ഓവറിയൻ ട്യൂമറിനെ പറ്റിയാണ്. ഈ പെൺകുട്ടി ഒരാഴ്ച മുമ്പാണ് മെഡിസിറ്റി കാഷ്വാലിറ്റിയിൽ എത്തിയത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അതികഠിനമായ വയറുവേദനയും മൂത്ര തടസ്സവുമായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ കുട്ടിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാരുടെ അടുത്തൊന്നും ചികിത്സയ്ക്ക് പോകാതെ സ്വയം വേദന സംഹാരികളൊക്കെ കഴിച്ച് വീട്ടിലിരുന്നു. പക്ഷെ നമ്മൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഉദ്ദേശം ഒരു 32 ആഴ്ച പ്രഗ്നൻസിക്ക് തുല്യമായ വളർച്ചയുണ്ട്. അതായത് 8 മാസത്തെ പ്രഗ്നൻസി വളർച്ച ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ട്യൂമറാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും MRIയും എടുത്തു. അപ്പോൾ ഇതിൽ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സ്യൂഡോമ്യൂസിനസ് സിസ്റ്റ് എന്ന ഒരു ഓവേറിയൻ ട്യൂമർ എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം ഒരു 23 സെൻറ്റിമീറ്റർ നീളവും ഒരു 15.5 സെൻറ്റിമീറ്ററും വീതിയും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ എമർജൻസി സർജറിക്ക് എടുത്തു കഴിഞ്ഞ് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സർജറിക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയത് ഈ ട്യൂമർ തന്നെ 2 തവണ ട്വിസ്റ്റ് ചെയ്ത് അകത്ത് കിടക്കുന്നു കേട്ടോ. അപ്പോഴേ നമുക്ക് ഇതിന് ആക്ച്വലി ഇത് 2.5 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. 2.5 കിലോ ഭാരമുള്ള ട്യൂമർ നമുക്ക് പൊട്ടാതെ തന്നെ വളരെ സ്ട്രഗിൾ ചെയ്ത് ഇത് പുറത്തെടുത്തു. അപ്പം പിന്നെ ഇതിന് ഉടൻ തന്നെ നമ്മൾ ബയോപ്സിക്ക് ഇത് ടോട്ടലായിട്ട് തന്നെ ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂമർ വളരെ പെട്ടെന്ന് വലുതാകും. അത് നമ്മൾ ചികിത്സ തേടിയില്ലെങ്കിൽ പെട്ടെന്ന് വലുതാകും. അപ്പം അതുപോലെ തന്നെ ഇത് ഒരുപാട് അറകളുള്ള ഒരു ട്യൂമറാണ്. ഈ അറകളിനകത്ത് മ്യൂസിൻ എന്നുള്ള ദ്രവം നിറഞ്ഞിരിക്കും. അപ്പോൾ ചിലപ്പം ഈ ദ്രവം തന്നെ ഈ ട്യൂമർ വലുതായി പെട്ടെന്ന് പൊട്ടി വയറിനുള്ളിൽ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കും. അതങ്ങനെ കൂടുതൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ട്യൂമറാണ്. അപൂർവമായിട്ട് ചിലപ്പം ഇതിന് ക്യാൻസർ സാധ്യതയും ഉണ്ടാകും. ഇപ്പം പേഷ്യൻറ്റിന് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ആള് സേഫാണ്, പ്രശ്നങ്ങളില്ല. ഡിസ്ചാർജ് ആക്കി നമ്മൾ ബയോപ്സി റിപ്പോർട്ട് നോക്കി അതും മ്യൂസിനസ് സിസ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചെറിയ വയറുവേദനയൊക്കെ വന്നാലും സ്വയം ചികിത്സിച്ചുകൊണ്ട് വീട്ടിലിരിക്കരുത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടർമാരെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങൊക്കെ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വഴിതെളിക്കും. താങ്ക് യു.